സൈന്യത്തോടുള്ള സമീപനത്തെ ചൊല്ലി ഇസ്രായേൽ മന്ത്രിസഭാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാവുകയാണ്. യുദ്ധകാര്യ മന്ത്രിസഭയ്ക്ക് അധികം ആയുസില്ലെന്ന് മന്ത്രിമാരെ ഉദ്ധരിച്ച് ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു. യുദ്ധകാര്യ മന്ത്രിസഭ ദേശീയ ദുരന്തമെന്നാണ് പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡിന്റെ വിമർശനം. രാഷ്ട്രീയ നേട്ടത്തിന് സൈന്യത്തെ ചൂഷണം ചെയ്യുന്നത് നിർത്തണമെന്ന് നെതന്യാഹുവിന് താക്കീത് നൽകി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും രംഗത്ത് വന്നിരുന്നു. താനുമായി ആലോചിക്കാതെ സൈനിക മേധാവി അന്വേഷണത്തിന് ഉത്തരവിട്ടതിൽ പ്രതിരോധ മന്ത്രിക്ക് എതിർപ്പുണ്ടെന്ന് സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൈന്യത്തെ കുറ്റപ്പെടുത്താൻ രാഷ്ട്രീയ നേതാക്കൾ ആസൂത്രിത നീക്കം നടത്തുന്നത് സൈനികരുടെ ആത്മവീര്യം തകർക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഗസയിലെ യുദ്ധതന്ത്രങ്ങൾ സംബന്ധിച്ച് നെതന്യാഹുവും സൈന്യവും തമ്മിലുള്ള ഭിന്നതയും മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഹമാസിനെ തുരത്താതെയും ബന്ദികളെ മോചിപ്പിക്കാതെയും സമ്പൂർണ്ണ വിജയം ഉണ്ടാകില്ലെന്ന് നെതന്യാഹു പറയുന്നു. ഗസയിൽ ഇതുവരെ 12,500 സൈനികർക്ക് പരിക്കേൽക്കുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്തതായി പ്രതിരോധ മന്ത്രാലയം വിലയിരുത്തിയെന്ന ഇസ്രായേൽ മാധ്യമ വാർത്തകളും രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. തുർക്കിയിലെത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഗസ വിഷയം നേതാക്കളുമായി ചർച്ച ചെയ്യും. അധിനിവേശം അവസാനിപ്പിക്കുന്നതിനാണ് ബ്ലിങ്കൻ മുൻകൈ എടുക്കേണ്ടതെന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ചൂണ്ടിക്കാട്ടി. അതേസമയം മുതിർന്ന ഹമാസ് നേതാവ് സാലിഹ് ആറൂറിയെ ഡ്രോൺ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയ ഇസ്രായേലിനെതിരെ UN രക്ഷാസമിതിയിൽ പരാതി നൽകിയിരിക്കുകയാണ് ലബനാൻ. ഗസയിലെ അവസ്ഥ മുൻനിർത്തി വിമാനമാർഗം ജോർദാനുമായി ചേർന്ന് സഹായമെത്തിക്കുമെന്ന ഫ്രാൻസിന്റെ പ്രഖ്യാപനവും ഇസ്രായേലിന് തിരിച്ചടിയായിരിക്കുകയാണ്. ഗസയുടെ ഭാവി തീരുമാനിക്കേണ്ടത് ഇസ്രായേൽ അല്ലെന്നാണ് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാതറിൻ കൊളോന വ്യക്തമാക്കിയത്. ഭൂമിയിലെ ഏറ്റവും വലിയ നരകമായി ഗസ മാറിയെന്ന് നോർവീജിയൻ വിദേശകാര്യമന്ത്രി എസ്പെൻ ബാർത്തേഡും പറഞ്ഞു. അതിനിടെ ദക്ഷിണ ലബനാനിൽ നിന്ന് ഇസ്രായേലിന് നേർക്ക് കൂടുതൽ മിസൈലുകൾ എത്തി. വ്യാപക പ്രത്യാക്രമണം നടത്തിയെന്ന് സൈന്യം അവകാശപ്പെട്ടു. എന്നിരുന്നാലും ഗസയിൽ കനത്ത ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ഇന്നലെ മാത്രം 162 പേർ കൊല്ലപ്പെട്ടെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 296 പേർക്ക് പരിക്കുണ്ട്. അതിനിടെ ഇരട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 11 പേരെ സൈന്യം പിടികൂടിയെന്ന് ഇറാൻ അറിയിച്ചു. ചാവേർ സംഘത്തെ പുറത്തുനിന്ന് എത്തിച്ചവരും പിടിയിലായവരിൽ ഉൾപ്പെടും. സ്ഫോടനത്തിന് തിരിച്ചടി ഉറപ്പാണെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി വ്യക്തമാക്കി. തിരിച്ചടിയുടെ സമയവും സ്ഥലവും സൈന്യം തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.